ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊമേഴ്സ് പള്ളിക്കൂടത്തിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പെസ്വ ഡിസ്ട്രിബ്യൂഷനാണ്. പെസ്വ ഡിസ്ട്രിബ്യൂഷനിൽ എന്തൊക്കെയാണ് പ്രോബ്ലംസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫിറ്റിംഗ് ഓഫ് പെസ്വ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എന്ന് പറയുന്നത് അത്രയും കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പം എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. ഇപ്പോൾ തന്നെ ഇത് വളരെ ലെങ്തി ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പെസ്വ ഡിസ്ട്രിബ്യൂഷനിനകത്ത് ഈ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫിറ്റിംഗ് ചെയ്യാൻ പറ്റും. അഥവാ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി, ഞാനത് ചെയ്തേക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കുക കേട്ടോ. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ്, പെസ്വ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നാണ് പറയുന്നത്. ഇൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എൻ ഈസ് ഫിനിറ്റ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ചാപ്റ്ററാണ് പെസ്വ ഡിസ്ട്രിബ്യൂഷൻ. ഒരു കണ്ടിന്യൂഷൻ പോലെയൊക്കെ നമുക്ക് പറയാം, എന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് ആണെന്ന് താനും. അപ്പോൾ പെസ്വ ഡിസ്ട്രിബ്യൂഷനാണ് എല്ലാവർക്കും ഭയങ്കര ടഫ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതായത് മനസ്സിലാക്കാനൊക്കെ വളരെ ഡിഫിക്കൽട്ട് എന്നൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ക്ലാസ് എന്ത് ചെയ്യുക, ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇടയ്ക്ക് സ്കിപ്പ് ചെയ്ത് പോവാതിരിക്കുക. കണ്ടിന്യൂഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത് എങ്ങനെയാണ്, എൻ എന്ന് പറഞ്ഞാൽ ഫിനിറ്റ് ആണ്. അതായത് ഒരു കോയിൻ നമ്മൾ 250 ടൈംസ്, അതായത് 250 തവണയാണ് നമ്മൾ ആ കോയിൻ ടോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കോയിനകത്തുണ്ടാകുന്ന സക്സസും ഫെയിലിയറും എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് എടുത്ത് പറയാം. ഇപ്പം 250 തവണ കോയിൻ ടോസ് ചെയ്തപ്പോൾ 200 തവണ ഫെയിലിയറും 50 തവണ സക്സസും വന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ പെസ്വ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് ആകുമ്പോഴത്തേക്കും എന്താണ്, ഒരു റെയർ ആയിട്ടുള്ളൊരു ഇവൻറ്റിനെയാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ഒരു റോഡ് ആക്സിഡൻറ്റ്, ഒരു വർഷത്തിൽ 10 ആക്സിഡൻ്റാണ് ആ റോഡിൽ സംഭവിച്ചത് എന്ന് നമുക്ക് പറയാം. അവിടെ പോസിബിലിറ്റി നമ്മൾ പറയുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, 10 തവണ ആ സംഭവിച്ച കാര്യമാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഇത്രയും തവണ ആ സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, റോഡ് ആക്സിഡൻറ്റ് സംഭവിക്കാതെ പോയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, പെസ്വ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഇൻ എ റോഡ്, then it may be possible to count the number of times an event occur but not possible to count the number of times it does not occur. കണ്ടോ, എത്ര തവണ ആ ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് നമുക്ക് പറയാം, പക്ഷേ എത്ര തവണ ആ ആക്സിഡൻറ്റ് അവിടെ സംഭവിക്കാതെ ആൾക്കാർ രക്ഷപ്പെട്ടു പോയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അതാണ് പെസ്വ ഡിസ്ട്രിബ്യൂഷൻ. പെസ്വ ഡിസ്ട്രിബ്യൂഷൻ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇതിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പെസ്വ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ പെസ്വ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ഓൺ ബോർഡിലൊക്കെ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ഒരു ഈവൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, റെയർ ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെസ്വ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് പെസ്വ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. ഇനി ഏതെല്ലാം കണ്ടീഷനിലാണ് പെസ്വ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ദി നമ്പർ ഓഫ് ട്രയൽസ് ഈസ് വെരി ലാർജ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് വളരെ ലാർജായിട്ട്, അതായത് ഇൻഫിനിറ്റി ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ആക്സിഡൻറ്റ് സംഭവിക്കാതെ പോയ ഒരു കാര്യം അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കില്ല. അവിടെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് സംഭവിച്ചതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അതിൽ ഏതാണോ ചെറുത് അത് നോക്കിയാണ് പെസ്വ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഫോർ ഈച്ച് ട്രയൽ ഈസ് വെരി സ്മോൾ. വളരെ സ്മോൾ ആയിട്ടുള്ള ട്രയൽസ് ആണ്, അതിന് സക്സസ് വരാനുള്ള ട്രയൽസ് ആണെങ്കിൽ അതിന്. എൻ പി ഈസ് ഫിനിറ്റ്. എൻ പി എന്നുള്ളത് ഫിനിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എം എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് എൻ ഇൻറ്റു പി വെച്ചിട്ടാണ്. ഞാൻ ഇപ്പോഴേ പറഞ്ഞതാണ്, അന്നേരം ഒരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ സമയത്ത് ഒരു ഡൗട്ട് വരാതിരിക്കാനായിട്ടാണ്. എം ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു പി ആണ് ഈ പെസ്വ ഡിസ്ട്രിബ്യൂഷനിലെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് മീനിങ് ആൻഡ് ഡെഫിനിഷൻ നോക്കാം. എ ഡിസ്ക്രിയേറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെഡ് ടു ഫോളോ പെസ്വ ഡിസ്ട്രിബ്യൂഷൻ. പെസ്വ ഡിസ്ട്രിബ്യൂഷനകത്ത് എക്സ് എന്ന് പറയുന്ന വേരിയബിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത് കേട്ടോ. എക്സ് എന്ന് പറയുന്നത് 0, 1, 2, 3 അത് മുതൽ എത്ര വരെ വേണമെങ്കിലും ആകാം. ഇനി എന്താണ് പെസ്വ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ എന്നൊക്കെ പറയുന്നത്, ഇ റൈസ് ടു മൈനസ് എം, എം റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ എന്താണ് പെസ്വ ഡിസ്ട്രിബ്യൂഷൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ എന്നൊക്കെ പറയുന്നത് ഇ റൈസ് ടു മൈനസ് എം, എം റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതിന് എക്സ് ഫാക്ടോറിയൽ എന്നാണ് വായിക്കുന്നത്.
Pessoa distribution is expected in case where the chances of happening of any individual event is small. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഇവന്റ് സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഉപയോഗിക്കാം? പെസ്വ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. സോ ദി ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി ബിഹേവിയർ ഓഫ് റെയർ ഈവൻസ്. അതുകൊണ്ട് തന്നെ റെയർ ഈവൻസിന്റെ ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? പെസ്വ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. Therefore, it is called law of improbable events. എന്ത് ചെയ്യുക? ലോ ഓഫ് ഇൻപ്രോബബിൾ ഇവൻറ്റ്സ് എന്താണ് എന്ന് ഒരു മാർക്കിന് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ അത് എന്ത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് എഴുതി വയ്ക്കുക? പെസ്വ ഡിസ്ട്രിബ്യൂഷൻ ആണ് ലോ ഓഫ് ഇൻപ്രോബബിൾ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. കുറച്ച് തിയറിയും കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് എക്സാമിന് കുറച്ച് സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നേരെ പ്രോബ്ലത്തിലേക്ക് പോയാൽ എന്ത് ചെയ്യുന്നു? വളരെയധികം കൺഫ്യൂഷൻസ് വരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. M is the parameter of Pessoa distribution. പെസ്വ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് എം ആണ്. എം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ഞാൻ ആദ്യമായി പറഞ്ഞു. എൻ ഇൻറ്റു പി ആണ് ഇവിടെ എം ആയിട്ട് എടുക്കുക. ഇനി യൂസേഴ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് പെസ്വ ഡിസ്ട്രിബ്യൂഷൻ വളരെ 4 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരുപാടെണ്ണം ഉണ്ട്. എന്തൊക്കെയാണ് പെസ്വ ഡിസ്ട്രിബ്യൂഷൻ്റെ യൂസസ് എന്ന് നോക്കാം. എങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് പെസ്വ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് അറൈവ്ഡ് അറ്റ് എ ഫോൺ ടെലിഫോൺ സ്വിച്ച് ബോർഡ് ഇൻ എ യൂണിറ്റ് ടൈം എന്ന് വെച്ചാൽ എന്താണ്? ഒരു നിമിഷത്തിനകത്ത് എത്ര ടെലിഫോൺ കോൾസ് ആ ടെലിഫോൺ സ്വിച്ച് ബോർഡിനകത്ത് വരുന്നുണ്ട്. ആ ഒരു മിനിറ്റിനകത്ത് എന്നുള്ളതാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. അതൊരു വർഷമോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. അതനുസരിച്ച് എന്ത് ചെയ്യും? ലെങ്ത് കൂടും. അത്രയും ലെങ്തിൽ പെസ്വ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അറൈവിങ് അറ്റ് എ സൂപ്പർ മാർക്കറ്റ് പെർ അവർ. ഒരു മണിക്കൂറിൽ എത്ര ആൾക്കാരാണ് സൂപ്പർ മാർക്കറ്റിൽ വന്നത്. ഡിഫക്റ്റ് പെർ യൂണിറ്റ് ഓഫ് മാനുഫാക്ചേർഡ് പ്രോഡക്റ്റ്. എത്ര പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ദിവസം എത്ര പ്രോഡക്റ്റ് വേണമെങ്കിലും ഇപ്പോൾ ഒരു ബാഗ് ആണെങ്കിൽ ചിലപ്പോൾ 5000 10,000 ബാഗൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ എത്ര പ്രോഡക്റ്റ് അതിൽ ഡിഫക്റ്റ് ആയി എന്ന് നമുക്ക് കറക്റ്റ് പെസ്വ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ബാക്ടീരിയാസ് പെർ യൂണിറ്റ്. ബയോളജി ലാബിൽ എത്ര ബാക്ടീരിയാസ് ഒക്കെ കൗണ്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ്? പെസ്വ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് പെസ്വ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് പെസ്വ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇറ്റ് ഈസ് ഡിസ്ക്രിയേറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. എക്സ് ഈസ് ടേക്ക് വാല്യൂസ് ഓഫ് 0 1 2 3. ഞാൻ ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഹാസ് എ സിംഗിൾ പാരാമീറ്റർ. ഇതൊരു സിംഗിൾ പാരാമീറ്റർ ആണ്. അതിനെ എം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. മീൻ ആൻഡ് വേരിയൻസ് ഓഫ് പെസ്വ ഡിസ്ട്രിബ്യൂഷൻ ആർ ഈക്വൽ ടു എം. മീനും വേരിയൻസും പെസ്വ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും എന്തിന് ഈക്വൽ ആയിരിക്കും? എമ്മിന് ഈക്വൽ ആയിരിക്കും. എം ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു പി. ഇറ്റ് ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ അത് പെസ്വ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം. 2 നോട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കണം. മനസ്സിലാക്കിയിരുന്നേ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ബൈഹാർട്ട് ചെയ്യുക. കാണാതെ പഠിച്ചാൽ മറന്നു പോകും. നമ്മൾ ബൈഹാർട്ട് ചെയ്ത് എടുക്കുക. അതെങ്ങനെയെങ്കിലും മനസ്സിലാക്കി എടുക്കുക. എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എക്സ് -1 എക്സ് -2 2.1 വരെയാണ് അങ്ങനെ പോവുക. ഇനി നമുക്കൊരു ഫാക്ടോറിയലിൻ്റെ എക്സാമ്പിൾ നോക്കാം. 3ൻ്റെ ഫാക്ടോറിയലാണ് നമ്മൾ കാണേണ്ടത് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് 3ൻ്റെ ഫാക്ടോറിയൽ കാണുക? 3ൻ്റെ ഫാക്ടോറിയൽ കാണണം എങ്ങനെയാണെന്ന് അറിഞ്ഞാലേ നമുക്ക് ഉത്തരം എഴുതി വെക്കാൻ പറ്റും അല്ലേ? ആൻസർ ഷീറ്റിൽ 3 × 2 × 1 ഈസ് ഈക്വൽ ടു 6. അങ്ങനെയാണെങ്കിൽ 5ൻ്റെ ഫാക്ടോറിയൽ എങ്ങനെ കാണും? 5 × 4 × 3 × 2 × 1 ഈസ് ഈക്വൽ ടു എത്രയാണോ അതവിടെ കൗണ്ട് ചെയ്ത് എഴുതി വയ്ക്കുക. ഓക്കെ അല്ലേ? ഈ 3 മുതൽ താഴോട്ടുള്ളത്, 5 ആണെങ്കിൽ 5 മുതൽ താഴോട്ടുള്ളത്, അങ്ങനെയാണ് ഫാക്ടോറിയൽ എടുക്കുക. ഇനി രണ്ടാമത്തെ നോട്ട് നോക്കുക. e⁻−m എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നാണ്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. 1 ഡിവൈഡഡ് ബൈ ആൻറ്റിലോഗ്. അതിനകത്ത് ആൻറ്റിലോഗിനകത്ത് എന്താ കൊടുത്തേക്കണേ? m × log e.
എം ഇൻറ്റു ലോഗ് ഇ. എം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്കറിയാം അല്ലേ, എൻ ഇൻറ്റു പി ആണ്. ഇനി ലോഗ് ഇക്ക് വാല്യൂ ഉണ്ട്, വാല്യൂ കാണാതെ പഠിക്കുക. ലോഗ് ഇയുടെ വാല്യൂ ആണ് 0.4343. നമുക്ക് ടേബിൾ കയ്യിലുണ്ടെങ്കിൽ ടേബിൾ നോക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതി, കാരണം ഇതിനകത്ത് ഈ ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ. 0.4343. ലോഗ് ഇയുടെ വാല്യൂ എത്രയാണ്? 0.4343. ഇനി ലോഗ് ഇയുടെ വാല്യൂ അറിഞ്ഞൂടാന്ന് പറഞ്ഞ് അവിടെ ഇട്ടിട്ട് വരരുത്. 0.4343. എം എന്ന് പറയുന്നത് എൻ ഇൻറ്റു പി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇ റൈസ് ടു -2.5 നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1 ഡിവൈഡഡ് ബൈ ആൻറ്റി ലോഗ്. അവിടെ എം എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ഇ റൈസ് ടു എം. എമ്മിൻ്റെ സ്ഥാനത്ത് 2.5 കിടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം 2.5 ഇൻറ്റു ലോഗ് ഇയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് 0.4343 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 12.1829. ഇത് ഗുണിക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കൈവച്ചൊന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. കാൽക്കുലേറ്റർ വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കമ്പ്യൂട്ട് ചെയ്തെടുക്കാം. നമുക്ക് കിട്ടിയ ആൻസർ 0.0821. അതാണ് അവിടുത്തെ ഇ റൈസ് ടു -2.5ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഇവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. 3% ഓഫ് ഇലക്ട്രിക് ബൾബ് മാനുഫാക്ചർഡ് ബൈ എ കമ്പനി ആർ ഡിഫക്റ്റീവ്. ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ബൾബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ 3% ബൾബ് എന്ത് ചെയ്യുന്നത്? ഡിഫക്റ്റീവ് ആണ്, ഉപയോഗിക്കാൻ പറ്റാത്തവയാണ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ സാമ്പിൾ ഓഫ് 100 ബൾബ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 3% എന്ത് ചെയ്യുന്നുണ്ട്? അത് ഡിഫക്റ്റീവ് ആണെങ്കിൽ 100 ബൾബ് എടുക്കുമ്പോൾ അതിൻ്റെ 3% അതെങ്ങനെയാണ്, അതിൻ്റെ കാൽക്കുലേഷനാണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. എക്സാക്ട്ലി 5 ബൾബ്സ് ആർ ഡിഫക്റ്റീവ്. 100 ബൾബ് എടുക്കുമ്പോൾ 5 ബൾബ് നമുക്ക് കറക്റ്റ് ഡിഫക്റ്റീവ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പെസ്വാ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് എൻ എടുത്തെഴുതാം. എൻ എടുത്തെഴുതുക ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ സെയിം ചെയ്തതുപോലെ തന്നെയാണ് എൻ എടുത്തെഴുതുന്നത്. എൻ എന്ന് പറയുന്നത് സാമ്പിൾ തന്നിട്ടുണ്ട്, 100 ബൾബ്സ് ആണ്. പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബൾബ് എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 3% ആണ്. 3 ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. 100 ബൾബിൽ 100%-ൽ 3% നമുക്ക് എന്ത് ചെയ്യുക? ഡിഫക്റ്റീവ് ആയിട്ട് വരിക. അതെന്ത് ചെയ്യുക? 100ലോട്ടിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.03 ബൾബ് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഡിഫക്റ്റീവായിട്ട് വരുന്നുണ്ട്. 0.03 ബൾബ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്ന ഡിഫക്റ്റീവായിട്ട് വരിക. സിൻസ് പി ഈസ് സ്മോൾ ആൻഡ് എൻ ഈസ് ലാർജ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ അറിയാം, എൻ എന്ന് പറയുന്നത് ലാർജും പി എന്ന് പറയുന്നത് വളരെ ടു സ്മോൾ ആണല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം? പെസ്വാ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മളിവിടെ ഒരു കണ്ടീഷൻ പഠിക്കുകയാണ്. എൻ ലാർജും പി സ്മോളുമായിട്ട് വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത് പെസ്വാ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എം കാൽക്കുലേറ്റ് ചെയ്യാം. കുറച്ച് മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തു എം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. എം ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു പി. എൻ ഇവിടെ തന്നിട്ടുണ്ട് 100, പി ഉണ്ട് 0.03. നമുക്ക് എത്രയാണ് എം ആയിട്ട് കിട്ടിയത്? 3. അപ്പം നമുക്ക് പി റൈസ് ടു എക്സ് പെസ്വാ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എടുത്തെഴുതാം. ഇ റൈസ് ടു -m, എം റൈസ് ടു എക്സ്, എക്സ് ഫാക്ടോറിയൽ. ഇവിടെ എമ്മിൻ്റെ വാല്യൂ നമുക്കുണ്ട്, എക്സിൻ്റെ വാല്യൂ നമുക്കില്ല. നമുക്ക് ആദ്യം എമ്മിൻ്റെ വാല്യൂ എടുത്ത് എഴുതാം. എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? ഇ റൈസ് ടു -3, എം റൈസ് ടു എക്സ്, എക്സ് ഫാക്ടോറിയൽ. ഇ റൈസ് ടു -c. ലോഗ് ഇയുടെ വാല്യൂ നമുക്ക് അറിയാമല്ലേ, എത്രയാണ്? 0.4343. എം എന്ന് പറയുന്നത് 3 ആണ്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇ റൈസ് ടു -3 എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? 1 ഡിവൈഡഡ് ബൈ ആൻറ്റി ലോഗ് 3 ഇൻറ്റു എന്ത് ചെയ്യുന്നുണ്ട്? ലോഗ് ഇയുടെ വാല്യൂ 0.4343 ഈസ് ഈക്വൽ ടു 0.0498. അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എങ്ങനെയാണിത് ചെയ്തതെന്ന് ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇ റൈസ് ടു എം ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വാല്യൂ എടുക്കുക? 1 ഡിവൈഡഡ് ബൈ ആൻറ്റി ലോഗ് എം ഇൻറ്റു ലോഗ് ഇ. അങ്ങനെയാണ് നമ്മൾ വാല്യൂ എടുക്കുക. ഇവിടെ അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ. 1 ഡിവൈഡഡ് ബൈ ആൻറ്റി ലോഗ് എം ഇൻറ്റു ലോഗ് ഇ. ലോഗ് ഇയുടെ വാല്യൂ ആണ് 4343. എം എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 3. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. വളരെ സിമ്പിളാണ്, അത്രേ ചെയ്തിട്ടുള്ളൂ. ഞാനത് ഇവിടെ എഴുതി വെച്ചില്ല എന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എക്സ് തന്നിട്ടുണ്ട്. എക്സ് ഇതിനകത്ത് നമുക്ക് എടുത്തെഴുതാം. 5 ബൾബുകളാണ് എന്ത് ചെയ്തത്? ഡിഫക്റ്റ്. അപ്പോൾ 5 എന്നുള്ളതാണ് നമ്മുടെ എക്സ് ആയിട്ട് എടുക്കുക. പി എന്നുണ്ട് എക്സ് ഈസ് ഈക്വൽ ടു 5. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇ റൈസ് ടു -3, 3 റൈസ് ടു 5,
5 ഫാക്ടോറിയൽ. ഈ ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത് കേട്ടോ. ഞാൻ എന്ത് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ഇങ്ങനെ ഇട്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇ എന്നുള്ളതിൽ എം എന്നുള്ളത് 3 ആയിട്ട് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ 3 കൊടുത്തു. അതുപോലെ തന്നെ എം എന്നുള്ളത് 3 കൊടുത്തു. എക്സ് എന്നുള്ളത് എനിക്ക് 5 കിട്ടി. താഴെ എത്രയാണ്? എക്സ് 5 ആയതുകൊണ്ട് 5 ഫാക്ടോറിയൽ. ഇത്രയല്ലേ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇ മൈനസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇ റൈസ് ടു -3യുടെ വാല്യൂ നമ്മൾ മുൻപേ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 0.0498 ഇൻറ്റു എത്രയാണ്? 3 × 5ൻ്റെ അത് കണ്ടുപിടിച്ച് ഇവിടെ എഴുതുക. 243 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത്രയാണ് 243. 3 റൈസ് ടു 5 എന്നുള്ളത് 243. അത് നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. ഡിവൈഡഡ് ബൈ 120. 5ൻ്റെ അതായത് 5ൻ്റെ 4ൻ്റെ 3ൻ്റെ 2ൻ്റെ 1 കേട്ടോ. അതെത്രയാണ്? 120 ആണ് കിട്ടുന്നത്. 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 120. അപ്പം നമുക്ക് എല്ലാം കൂടി ഗുണിച്ച് എഴുതുമ്പോഴത്തേക്കും കിട്ടുന്ന ആൻസർ ഇത് ആദ്യം ഡിവൈഡ് ചെയ്യുക, അത് കഴിഞ്ഞ് ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 0.1008 ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന പെസ്വ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പി റൈസ് ടു എക്സ് എന്ന് പറയുന്നത് 0.1008. ഇനി രണ്ടാമതൊരു എക്സാമ്പിൾ നോക്കുക. ഔട്ട് ഓഫ് 500 ഐറ്റംസ് സെലക്ടഡ് ഫോർ ഇൻസ്പെക്ഷൻ. ഒരു ഇൻസ്പെക്ഷന് 500 ഐറ്റംസ് സെലക്ട് ചെയ്തു. ഇപ്പോൾ തന്നെ നമുക്ക് എൻ കിട്ടിയിട്ടുണ്ട്. എൻ എന്നുള്ളത് 500 ഐറ്റംസ് ആണ്. 2% ആർ ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. 2% ഡിഫക്റ്റീവായിട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ 500-ൽ 2% ഡിഫക്റ്റീവ് ആണ്. ഫൈൻഡ് ഹൗ മെനി ലോട്ട്സ് വിൽ കണ്ടെയ്ൻ എക്സാക്ട്ലി നോ ഡിഫക്റ്റീവ് ഇഫ് ദർ ആർ 1000 ലോട്ട്സ്. 1000 ലോട്ട്സ് എടുക്കുകയെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അവിടെ യൂസ് പെസ്വ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെസ്വ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് ചെയ്യാം. എൻ എന്ന് പറയുന്നത് 500 ആയിട്ട് എടുക്കുക. പി എന്ന് പറയുന്നത് 2%. അപ്പോൾ എന്ത് ചെയ്യുക? അത് ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. 0.002. എം കണ്ടുപിടിക്കാൻ എൻ ഇൻറ്റു പി കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഉത്തരം കിട്ടി എൻ. ഇനി നമുക്ക് പി റൈസ് ടു എക്സ് എന്നുള്ളത് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആൻറ്റിലോഗ് ഇട്ട് ഇ റൈസ് ടു എം കണ്ടുപിടിച്ചെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 0.3679 എന്ന് കിട്ടും. നമ്പർ ഓഫ് ലോട്ട്സ് കണ്ടെയ്നിങ് നോൺ ഡിഫക്റ്റീവ് എന്നുള്ളത് എൻ ഇൻറ്റു പ്രോബബിലിറ്റി ചെയ്യുക. എൻ എന്നുള്ളത് എത്രയാണ്? 1000 ആണ് കിട്ടിയിരിക്കുന്നത്. പ്രോബബിലിറ്റി നമ്മളിവിടെ പി റൈസ് ടു എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ അറിയാലോ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഒന്ന് ബാക്ക് അടിച്ച് കാണുക. 3679 ആണ് എന്ത് ചെയ്യുന്നത്? നമുക്കിവിടെ കിട്ടിയ പി റൈസ് ടു എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 368 ആണ് നമുക്ക് ഉത്തരവായിട്ട് കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ. ഇറ്റ് മീൻസ് ദ പെസ്വ ഡിസ്ട്രിബ്യൂഷൻ ഈസ് 1.5. ഇവിടെ പെസ്വ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ എന്ത് കാണണം? മോഡും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാനാണ് പറയുന്നത്. അപ്പം മീനും എന്ത് ചെയ്യുന്നുണ്ട്? മീൻ എന്ന് പറയുന്നത് 1.5 ആയിട്ട് എടുക്കുക. മീൻ എന്ന് പറയുന്നത് 1.5 ആയിട്ട് നമ്മൾ എടുക്കുക. എം ഈസ് ഈക്വൽ ടു 1.5. സിൻസ് എം ഈസ് നോട്ട് ആൻ ഇൻഡിഗർ, മോഡ് ഈസ് ഇൻഡിഗർ പാർട്ട് ഓഫ് 1.5. 1.5 ഈസ് ഈക്വൽ ടു 1 + 0.5. ഇൻഡിഗർ പാർട്ട് എത്രയാണ്? 1 ആയിട്ടാണ് നമ്മൾ എടുക്കുക. മോഡ് എത്രയായി കിട്ടി? നമുക്കതുകൊണ്ട് 1 ആയിട്ട് നമുക്ക് കിട്ടി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് എം ചെയ്യുക. എന്ത് ചെയ്യുക? എമ്മിൻ്റെ റൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. മീനിൻ്റെ റൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. 1.5 1.22. ഇവിടെ എങ്ങനെയാണ് ചെയ്തത്? 1.5 1 + 0.5. അതിൽ എത്രയാണ് നമ്മൾ എടുത്തു? ഇൻ്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത് 1 നമ്മൾ എടുത്തത്. 0.5 എടുക്കാതെ 1 എടുത്തു. അതാണ് നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് എം ചെയ്തു. 1.22 ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനായിട്ട് കിട്ടിയത്. ഈ ക്വസ്റ്റ്യൻ ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നാൽ മതി കേട്ടോ. നമുക്ക് ടൈം ഒരുപാട് ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് സ്പീഡപ്പ് ചെയ്തത് കേട്ടോ ഇവിടെ എത്തി. അതെങ്കിലും ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇതൊന്നും ചോദിക്കാൻ വരുന്നില്ല. ചോദിച്ചാൽ 2 മാർക്കിന് അഥവാ ചോദിച്ചാലായി. ഇതിന് മുൻപുള്ള ഞാൻ ആദ്യമൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കുക. അപ്പം ഇത്രയും നേരം ക്ലാസ് കേട്ടുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ എന്ത് ചെയ്യുക? വരുന്ന ക്ലാസ്സുകളും എല്ലാം കാണുക. അപ്പോൾ കൊമേഴ്സ് പള്ളിക്കൂടം എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.